Hi guys, the most important and third duty of a new distributor in direct selling or multi-level marketing is presentation of our business plan. Today we are going to discuss how a presentation should be perfect and what is the structure of a business opportunity presentation. ഞാൻ സന്തോഷ് കരുണാകരൻ, the motivator. പ്രൊഫഷണൽ ഡയറക്റ്റ് സെല്ലറെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പ്ലാനിങ്ങോട് തയ്യാറാക്കിയിട്ടുള്ള ബ്രോഷേഴ്സ്, അതുപോലെ തന്നെ സ്ലൈഡുകൾ, അത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ പ്ലാനർ തുടങ്ങിയ ധാരാളം ടൂൾസിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരിക്കും അദ്ദേഹം ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുക. പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഒന്ന്, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്, അതേപോലെ തന്നെ പ്രസൻറ്റ് സിനാരിയോ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സൊല്യൂഷൻ ഓഫ് ദാറ്റ് പ്രോബ്ലംസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്, അതേപോലെ പ്രോഡക്റ്റ് സർവീസസ് ആൻഡ് കമ്പനി പ്രൊഫൈൽസ്, ഇൻകം പ്ലാൻ ആൻഡ് അച്ചീവേഴ്സ് ലിസ്റ്റ് ആൻഡ് ബിസിനസ് ഗ്രോത്ത് കൺക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കമ്പനിയെ പറ്റി വളരെ വ്യക്തമായ ധാരണ, കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റി, കമ്പനിയുടെ പ്രോഡക്ട്സിനെ പറ്റി, കോമ്പൻസേഷൻ പ്ലാനിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാകണം. പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ അവതരിപ്പിക്കുവാൻ പാടുള്ളൂ. അതല്ലാതെ കമ്പനിയെ പറ്റി, ഈ പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊക്കി പറയുകയാണെങ്കിൽ അത് ശ്രോതാക്കളിൽ ഒരു അവിശ്വാസവും അസംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മുറിവേദൻ ആളിനെ ചികിത്സിച്ചാൽ കൊല്ലുമെന്ന് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നല്ല തഴക്കവും പഴക്കവുമുള്ള ഈ മേഖലയിൽ അച്ചീവായിട്ടുള്ള ആൾക്കാർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ആൾക്കാർക്ക് കൂടുതൽ സ്വീകാര്യതയും വിശ്വാസവും ആകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സെക്കൻഡ് വൺ ഈസ് പെർഫോമൻസ്. നമ്മുടേത് എത്ര നല്ല കമ്പനിയാണെങ്കിലും, എത്ര നല്ല പ്രൊഫൈലാണെങ്കിലും, എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, ആസ് എ പ്രസൻറ്റർ നമുക്ക് ശോഭിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടുകയില്ല. കാരണം പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് തന്നെയാണ്. ഓഡിയൻസ്, നമ്മുടെ മുൻപിലിരിക്കുന്നവർ ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ടതാണെന്നും ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് ആണെന്നുള്ളതും ഏതൊക്കെ പ്രൊഫഷൻ ഉള്ളവരായിട്ടുള്ള വ്യത്യസ്തമായ കാറ്റഗറിയിൽ പെട്ടവർ വരാമല്ലോ, അതൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ടവരാണെന്നുള്ളൊരു വ്യക്തമായ ധാരണ ആസ് എ പ്രസൻറ്റർ നമുക്ക് ഉണ്ട് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, സ്റ്റാറ്റിസ്റ്റിക്സുകൾ, ആ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തുന്നതിനും കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രസൻറ്റേഷൻ നമുക്ക് നടത്തുന്നതിനും സാധിക്കുന്നതായിരിക്കും. അറ്റൻഷൻ, ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ തുടക്കത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചാൽ തീർച്ചയായും ആ പ്രസൻറ്റേഷൻ നമുക്ക് പരിപൂർണമായി വിജയിപ്പിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായും ഭംഗിയായും ലാഗിങ് ഇല്ലാതെയും പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ്, അറൗസിങ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഓഡിയൻസിനെ കയ്യിലെടുത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ്റെ മർമ്മഭാഗത്തേക്ക് പതുക്കെ നമുക്ക് നീങ്ങാവുന്നതാണ്. നെവർ സേ ദി പ്ലാൻ, ഷോ ദി പ്ലാൻ എന്നാണ് പറയുക. വളരെ ബ്യൂട്ടിഫുള്ളായും തന്മയത്തോടുകൂടി വ്യക്തമായും സത്യസന്ധമായും ഈ പ്രസൻറ്റേഷൻ നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കണം. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ഇത് കേൾക്കണമെന്നുള്ള ഒരു വലിയൊരു അത്യാകാംക്ഷ ജനിപ്പിക്കുന്നതിൽ ഒരു നല്ല പ്രസൻറ്റർ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള ജനറൽ നോളജ്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് നോളജ്, കമ്പനി പ്രൊഫൈൽ നോളജ് ഒക്കെ, പിന്നെ ഇൻഡസ്ട്രിയൽ നോളജ് ഒക്കെ തന്നെ ആർജിച്ചെടുക്കുവാൻ, പ്രാക്ടീസ് ചെയ്തെടുക്കുവാൻ അത് വ്യക്തമായി, മാത്രമല്ല അത് തന്മയത്വത്തോടു കൂടി യഥാസമയം ഉപയോഗിച്ച് പ്രസൻറ്റേഷൻ മികവുള്ളതാക്കി തീർക്കുവാൻ ഒരു നല്ല പ്രസൻറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് പിന്നെ ഒരു പ്രസൻറ്ററെ സംബന്ധിച്ചോളം ഡ്രസ് കോഡ്, അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, അതേപോലെ ഗസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള അതൊക്കെ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദെൻ പ്രസൻറ്റേഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഫോക്കസ്ഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് പതിയെ നമ്മുടെ ഓഡിയൻസിനെ എത്തിക്കുന്ന തരത്തിലായിരിക്കണം. അതായിരിക്കണം ഒരു കറക്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രോസ്പെക്റ്റിംഗ് ചെയ്ത് സെലക്ട് ചെയ്ത പ്രോസ്പെക്റ്റുകളെയാണ് ക്ഷണിച്ച് നമ്മളിങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വീക്ഷണത്തിലും വ്യത്യസ്തമായ ചിന്തകളിലും നിൽക്കുന്ന വ്യക്തികളായിരിക്കും അവരെ പതിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊജക്റ്റിലേക്ക് പതിയെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഒരു നല്ല പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ക്രിയേറ്റ് ദ നീഡ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മഹിമയെപ്പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കോമ്പൻസേഷൻ പ്ലാനിൻ്റെ
ഇമ്പോർട്ടൻസ് ഇതൊന്നുമല്ല. ആസ് എ കസ്റ്റമർ അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ പ്രശ്നം അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് അതിനുള്ളൊരു പരിഹാരമെന്ന വണ്ണം ഈ ഒരു പ്രൊജക്റ്റ് അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആസ് എ കസ്റ്റമർ അവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസൻറ്റേഷൻ സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർക്കുള്ള അല്ലെങ്കിൽ അവർ മറന്നുപോയ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ള സൊല്യൂഷൻ എന്ന് വണ്ണം അതൊരു സാമ്പത്തികമായിക്കോട്ടെ ആരോഗ്യകരമായ പ്രശ്നങ്ങളായിക്കോട്ടെ എനി പ്രോബ്ലംസ് അതിനുള്ള സൊല്യൂഷൻ എന്ന് വണ്ണം നമുക്ക് ഈ പ്രോജക്റ്റ് അവർക്ക് പ്രയോജനപ്പെടും. അത്തരത്തിലുള്ളൊരു നീഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ പ്രശ്നം അല്ലെങ്കിൽ തൻ്റെ നീഡ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് വണ്ണം ഈ ഒരു പ്രൊജക്റ്റിനെ അവർ തിരഞ്ഞെടുക്കുകയും ഒരു ബൈയിങ് ഇമോഷൻ അവർക്ക് സ്വയമേവ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കണം ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടത്. സാമ്പത്തികമായിക്കോട്ടെ അതുപോലെ തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങളായിക്കോട്ടെ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വയമേവ ഈ ഒരു പ്രൊജക്റ്റ് അവർ തിരഞ്ഞെടുക്കുവാൻ മാനസികമായി സന്നദ്ധമാകുന്ന രീതിയിലായിരിക്കണം. യഥാർത്ഥത്തിൽ ഇതൊരു മൈൻഡ് കൺവെർട്ടിങ് പ്രോഗ്രാമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഏകദേശം 45 മിനിറ്റിൽ കൂടാനും പാടില്ല നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ. ഒരു അരമണിക്കൂറിനുള്ളിൽ തീർത്താൽ അത്രയും ബെസ്റ്റായിട്ട് തന്നെ ജനങ്ങൾക്ക് തോന്നുകയുള്ളൂ, ഓഡിയൻസിന് തോന്നുകയുള്ളൂ. കൂടുതൽ ടൈം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായി വിരസത ഉണ്ടാവുകയും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. മെയിൻലി വെൽനസ് പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ സന്തോഷ് കരുണാകരൻ, സ്ഥലം പത്തനാപുരം. ബഹുമാനപ്പെട്ട നിങ്ങളിവിടെ കേൾക്കുന്ന ഈ പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോലി നോക്കുകയായിരുന്നു. ഒരു നല്ല വരുമാനം കിട്ടുന്നു എന്നുള്ള നിലയിൽ അത് മാറ്റിവെച്ചിട്ട് ഫുൾ ടൈം കരിയറായിട്ട് ഞാൻ ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഏതായാലും സാധാരണക്കാരായ ഏതൊരു വ്യക്തിയെയും അസാധാരണക്കാരാക്കുവാൻ സാധിക്കുന്ന അതിമഹത്തായിട്ടുള്ള ഈ ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയെ വ്യതിരിപ്പിക്കാവുന്ന ഉപകരണങ്ങളായിട്ടുള്ള മൊബൈൽ ഫോണുകൾ കുറച്ച് നേരത്തേക്കൊന്ന് സൈലൻറ്റ് മോഡിലിട്ട് സഹകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദെൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രസൻറ്റ് ഹെൽത്ത് സിനാരിയോ പറ്റി ഒന്ന് ടച്ച് ചെയ്ത് പോവുക. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ധനമാണ് ആരോഗ്യമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും വീണുപോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തലസ്ഥാനമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീതിജനകമായ സാഹചര്യം ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി സൂചിപ്പിക്കുക, അതേപോലെ തന്നെ റീസൺ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതേപോലെ തന്നെ മറ്റ് അതിൻ്റെ കാരണമായി പറയുമ്പോൾ ടോക്സിൻസ് അക്യുമുലേഷൻ, ഈ ടോക്സിൻസുകളെ പുറത്ത് കളയുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിറ്റോക്സിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഇമ്പോർട്ടൻസ്, അങ്ങനെ തുടങ്ങി പതിയെ തന്നെ പ്രോസ്പെക്റ്റിൻ്റെ മനസ്സിലേക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു നീഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ പർച്ചേസിങ്ങിലൂടെ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലൂടെ സമാഗതമാകുന്ന ഒരു വലിയ ഇൻകം സോഴ്സിനെ പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ഹെൽത്ത് അവെയർ ചെയ്തുകൊണ്ട് വെൽനസ് പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കണം. അതല്ലാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ കമ്പനിയെ പറ്റിയും കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റിയും അതേപോലെ തന്നെ ഇൻകം പ്ലാനിനെ പറ്റിയൊക്കെ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മുഖ്യമായും വെൽനസ് പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യാത്ത മറ്റ് പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷന് ശേഷം വളരെ ഭംഗിയായിട്ട് വ്യക്തമായും ബ്യൂട്ടിഫുള്ളായും പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഉടനെ തന്നെ പോകേണ്ടത് നമുക്കറിയാം പ്രസൻറ്റ് സിനാരിയോ ഓഫ് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ജോബ്ലെസ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ കാർഷിക വ്യാവസായിക മേഖലകളിലെ അസന്തുലിതാവസ്ഥ, അതേപോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കുകൾ ഒക്കെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. അതിനൊരു പാരലായിട്ടുള്ള ഒരു പരിഹാരം എന്നോണമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത്.
മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഡെപ്ത്, അതിൻ്റെ ഫ്യൂച്ചർ, ഇപ്പോഴും അതിൻ്റെ പുതിയ തലമുറയിൽ അതിനെ ഈ ഒരു സമയത്ത് അതിന് ഉണ്ടാകുന്ന വ്യക്തമായ ഒരു വളർച്ച ഒക്കെ വളരെ പിന്നെ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. എനിവേ, presentation is very important duty in multi-level marketing. If you want to succeed and achieve in multi-level marketing, you should become a good presenter. Thanks for watching. Take care by your Santosh Karnagar.